ഒരിക്കൽ കൂടി സൗത്ത് ആഫ്രിക്ക നിർണായക മത്സരത്തിൽ അവരുടെ തനിനിറം കാണിച്ചു. ന്യൂസിലാൻഡ് ടാക്ടിക്കലി ഗെയിം കളിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്താണ് കാണിച്ചതെന്നൊരു ഐഡിയയുമില്ലായിരുന്നു. സ്പിന്നേഴ്സിന്റെ പന്ത് ചെറുതായി സ്റ്റോപ്പ് ആയിരുന്ന ഒരു പിച്ചിൽ ന്യൂസിലാൻഡിന്റെ സ്പിന്നേഴ്സ് 9 ഓവറിൽ 7 എക്കണോമിയിൽ 63 റൺസ് വഴങ്ങി 4 വിക്കറ്റ് ഇന്നലെ വീഴ്ത്തി. ആ വിക്കറ്റുകൾ ഡീകോക്ക്, റിക്കൾട്ടൺ, മാർക്രം, മില്ലർ തുടങ്ങിയവരുടേതും. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കറക്റ്റായി ടാർഗറ്റ് ചെയ്തായിരുന്നു അവരുടെ ബോളിംഗും. ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ പവർ പ്ലേയിൽ തന്നെ മക്കോണിക്കയെ കൊണ്ടുവന്നത് ഗെയിം ചേഞ്ചിങ് ആയിരുന്നു. ബാറ്റിംഗ് എൻഡിൽ നിന്ന് ഇത് മുഴുവൻ കണ്ടിട്ടും സൗത്ത് ആഫ്രിക്ക തിരികെ ബോളിംഗിന് വന്നപ്പോൾ മൊത്തത്തിൽ കിളിപ്പോയ രീതിയിലായിരുന്നു മാർക്രം ബൗളിംഗ് ചേഞ്ചസ് നടത്തിയത്. ഡീകോക്ക് ഡ്രോപ്പ് ചെയ്ത ക്യാച്ച് അവരെ നന്നായി തന്നെ പിന്നോട്ട് വലിച്ചപ്പോൾ 2 റൈറ്റ് ഹാൻഡേഴ്സ് ക്രീസിലുണ്ടായിരുന്നിട്ടും ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറായ കേശവ് മഹാരാജിനെ പവർ പ്ലേയിൽ പന്തെറിയാൻ കൊണ്ടുവരാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മാർക്രത്തിന് മാത്രമേ ഉത്തരം പറയാൻ പറ്റൂ. ഫാസ്റ്റ് ബോളേഴ്സിനെ മൊത്തമിട്ട് തല്ല് വാങ്ങിക്കൂട്ടി 6 ഓവറിൽ 84 അടിച്ച് കളി 90% തോറ്റതിനു ശേഷമായിരുന്നു സ്പിൻ മത്സരത്തിൽ വന്നത്. ടാക്ടിക്കലി സൗത്ത് ആഫ്രിക്ക ഇന്നലെ മൊത്തത്തിൽ പിന്നിലായിരുന്നു. എന്നിട്ട് കളി കഴിഞ്ഞപ്പോൾ മാർക്രം പറഞ്ഞത് ഈ തോൽവി കർണത്തടി കിട്ടിയതുപോലെയായിരുന്നു എന്നും.